എനിക്ക് തോന്നുന്നു ഈയിടെ ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് പ്രിഫർ ചെയ്യുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ജർമ്മനി ഫോർ ഹയർ സ്റ്റഡീസ്. ആൻഡ് വൈ നോട്ട്? ബിക്കോസ് ഇറ്റ് ഇസ് എ കൺട്രി ദാറ്റ് ഗിവ്സ് ലോട്ട്സ് ഓഫ് ബെനിഫിറ്റ്സ്. പക്ഷേ ജർമ്മനീൻ്റെ തൊട്ടടുത്തുള്ള ഒരു കൺട്രിയാണ് ഓസ്ട്രിയ. വളരെ ലെസ് എക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. വെരി സിമിലർ ബെനിഫിറ്റ്സ് ആണ് കൊടുക്കുന്നത്, ജസ്റ്റ് ലൈക്ക് ജർമ്മനി. പക്ഷെ പല കാൻഡിഡേറ്റ്സിനും ഈ ഒരു കൺട്രീനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ടാവാം ഓസ്ട്രിയ ചൂസ് ചെയ്യാത്തത്. സോ ഇന്ന് നമുക്കിത് രണ്ടും കമ്പയർ ചെയ്താലോ? So when you compare Germany and Austria, which is a better study destination for students? വിച്ച് ഈസ് ബെറ്റർ എന്ന് നമുക്ക് പറയുന്നതിന് പകരം നമുക്ക് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഓസ്ട്രിയ വരുമ്പോഴേക്കും ഓസ്ട്രിയയിൽ കൂടുതലും സ്റ്റുഡൻസ് പോകുന്നത് ഒന്നിൽ ബാച്ചിലർ പ്രോഗ്രാം ആണ്, അല്ലെങ്കിൽ മാസ്റ്റർ പ്രോഗ്രാം ആണ്. മാസ്റ്റേഴ്സ് വരുമ്പോഴേക്കും അവിടെ 2 years പ്രോഗ്രാം ആണ്. ബാച്ചിലേഴ്സ് ജർമ്മനിയിൽ വരുമ്പോഴേക്കും അവിടെ 13th year എഡ്യൂക്കേഷൻ വേണം. ദാറ്റ് മീൻസ് 12th കഴിഞ്ഞിട്ട് അവർക്ക് ഒരു വർഷവും കൂടെ പഠിച്ചു കഴിഞ്ഞ് മാത്രമാണ് ബാച്ചിലേഴ്സിന് പോകാനായിട്ട് പറ്റുന്നത്. അതായത് ഒരു സ്റ്റുഡൻറ്റ് കൊലീഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ടാണ് ബാച്ചിലേഴ്സിന് പോകുന്നത്. നേരെ മറിച്ച് ഓസ്ട്രിയ വരുമ്പോഴേക്കും സ്ട്രെയിറ്റ് 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് തന്നെ നേരെ അവർക്ക് ബാച്ചിലർ പ്രോഗ്രാമിലേക്ക് പോകാം. Okay. ഈ ഒരു പ്രോഗ്രാമിന് വരുമ്പോഴേക്കും അവർക്ക് സ്റ്റേ ബാക്ക് ഉണ്ട്, 1 year സ്റ്റേ ബാക്ക് ഉണ്ട്. ബാക്കി എല്ലാ അബ്രോഡ് യൂണിവേഴ്സിറ്റീസ് ഒക്കെയും കൊടുക്കുന്നത് പോലെ തന്നെ പാർട്ട് ടൈം വർക്ക് റൈറ്റ് എന്ന് പറയുന്നത്, അതായത് അവിടെ അവർക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ജോലി ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കുന്നത് നിയർലി 20 hours എല്ലാ പെർ countries-ഉം വീക്ക് പോലെ കൊടുക്കുന്നുണ്ട്. 20. ഇത് കൂടാതെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ മാസ്റ്റർ പ്രോഗ്രാമിന് പോകുന്ന ഒരു കുട്ടിക്ക് അവിടെ APS ഉണ്ട് നമുക്ക് ജർമ്മനിയിൽ. അങ്ങനെ ഒരു വെരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് അത് ഓസ്ട്രിയയിൽ വരുന്നില്ല. ഈ APS എന്ന് പറയുന്നത് അവരുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് ഒക്കെയും ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ വെരിഫിക്കേഷൻ ഒരു റിപ്പോർട്ടുണ്ട്. Okay. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ്. അത് ഈ ഒരു ഓസ്ട്രിയ പ്രോഗ്രാമിന് വരുന്നില്ല. ഓസ്ട്രിയയിൽ ഒരിക്കലും അവർക്ക് ഈ ഒരു വെരിഫിക്കേഷൻ അവർ ചോദിക്കുന്നില്ല. നൗ ദ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ അവിടെ പഠിക്കാനായിട്ട് പോകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് നമ്മുടെ കയ്യിലുണ്ട് എന്ന് കാണിക്കുന്നത് ജർമ്മനിയിൽ വരുമ്പോഴേക്കും അവിടെ ഒരു അക്കൗണ്ട് എടുത്ത്, അതായത് ജർമ്മനിയിൽ അക്കൗണ്ട് നമ്മുടെ പേരിലെടുത്ത് അവിടേക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. ആ എമൗണ്ട്, അതായത് നിയർലി 11 lakhs വരും. അത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് വേണം നമുക്ക് ആ പ്രൂഫ് വെച്ചിട്ടാണ് വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത്. ഓസ്ട്രിയയിൽ നമുക്ക് നാട്ടിൽ തന്നെയുള്ള ഒരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. പൈസ ജർമ്മനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന അതുപോലെ ഓസ്ട്രിയയിൽ നമുക്ക് പൈസ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകേണ്ടി വരുന്നില്ല. നാട്ടിൽ തന്നെയുള്ള ഒരു അക്കൗണ്ട് കാണിച്ചാൽ മതി. അതും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഓസ്ട്രിയ വെച്ച് നോക്കുമ്പോൾ മെയിനായിട്ട് എനിക്ക് മനസ്സിലായ പോയിന്റ്സ്, ഒന്ന് 12 year എഡ്യൂക്കേഷൻ അക്സെപ്റ്റഡ് ആണ്. സോ നാട്ടിൽ 12th കഴിഞ്ഞൊരു കാൻഡിഡേറ്റിനും ഓസ്ട്രിയയിൽ ബാച്ചിലേഴ്സിന് അപ്ലൈ ചെയ്യാം. പ്ലസ് APS, Yes. അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നൊരു സ്റ്റെപ്പ് ഉണ്ട് ജർമ്മനിയിൽ. ആ ഒരു പ്രോസസ്സ് ഓസ്ട്രിയ ആപ്ലിക്കേഷന് വേണ്ട. മൂന്നാമത്തെ ബ്ലോക്ക്ഡ് അക്കൗണ്ട്, ജർമ്മനിയിൽ എല്ലാവരും ചെയ്യുന്നതാണ്. ലിവിങ് എക്സ്പെൻസിന് ഒരു എമൗണ്ട് 1 yearലേക്കുള്ളത് ജർമ്മനിയിലേക്ക് അയക്കാം. ഓസ്ട്രിയ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലിവിങ് എക്സ്പെൻസ് നാട്ടിലെ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഇസ് നോട്ട്. അതിൻ്റെ ആവശ്യമില്ല. ഗ്രേറ്റ്. വാട്ട് എൽസ്? പിന്നെ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവരുടെ സാലറിയുടെ ഒരു ഹൈലൈറ്റ് ആണ്. സോ സാലറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴേക്കും അവർക്ക് സാധാരണ എല്ലായിടത്തും 12 months സാലറിയാണ് കൊടുക്കുന്നത്. പക്ഷേ അവിടെ മാത്രം അവർ 14 months സാലറിയാണ്. ഓക്കെ. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നോർമലി 12 months സാലറി. ഇത് കൂടാതെ അവർ കൊടുക്കുന്നത് ഫസ്റ്റ് ഒരു ബോണസ് എന്നുള്ള രീതിയിൽ ജൂണിൽ കൊടുക്കും ഒരു ബോണസ്. അതുകൂടാതെ ഡിസംബർ ക്രിസ്മസിനും ഒരു ബോണസ് ഉണ്ട്. സോ അത് വരുമ്പോഴേക്കും ഫുൾ സാലറി തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഈ ഓസ്ട്രിയയിൽ സാലറി കുറച്ച് കൂടുതൽ തന്നെയാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലിവിങ് എക്സ്പെൻസ്. കമ്പയർ ടു ജർമ്മനി, ലിവിങ് എക്സ്പെൻസ് ഓസ്ട്രിയയിൽ കുറച്ചുകൂടെ കുറവാണ്. പിന്നെ വിയന്ന പോലെയുള്ള സിറ്റിയിലൊക്കെ വരുമ്പോഴേക്കാണ് കുറച്ച് എക്സ്പെൻസ് കൂടുന്നത്. അല്ലാത്ത പക്ഷം ഓസ്ട്രിയയിൽ ജനറലി എക്സ്പെൻസ് കമ്പയർ ടു ജർമ്മനി കുറച്ച് കുറവാണ്. അതും പല കുട്ടികളും അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഓസ്ട്രിയയിൽ ഫ്രീ എഡ്യൂക്കേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്താണ് ഓപ്ഷൻ ഉള്ളത്? ജർമ്മനിയിൽ വരുമ്പോഴേക്കും പലയിടത്തും ഫീസ് ഫ്രീ ഉണ്ട്. 30,000 അല്ലെങ്കിൽ 300 euros, 500 euros അങ്ങനെയൊക്കെയാണ് അവരുടെ സെമസ്റ്റർ ഫീസൊക്കെ വരുന്നത്. കോൺട്രിബ്യൂഷൻ അതാണ് ജർമ്മനിയിൽ വരുന്നത്. ഓസ്ട്രിയയിൽ വരുമ്പോഴേക്കും ഒരു 750 euros, 75,000 രൂപ, 1.5 ലക്ഷത്തിൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ആയിരിക്കാം ഫീസ് വരുന്നത്. സോ കമ്പയർ ടു ബാക്കി പല യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കൺട്രീസ് വരുമ്പോഴേക്കും ഓസ്ട്രിയ
കമ്പാരിറ്റീവ്ലി നല്ല ചീപ്പായിട്ടാണ് അവർക്ക് പഠിച്ച് കുറച്ചുകൂടി ഇറങ്ങാനായിട്ട് അഫോർഡബിൾ ആണ് when compared to Sure. foreign destination. Are there any other advantages that makes Austria a favorable destination? ഓസ്ട്രിയ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെയും തന്നെ ട്രാവൽ ചെയ്യാം, അവർക്ക് അവിടെയും ചെന്നിട്ട് ജോലി ചെയ്യാം. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓസ്ട്രിയ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലൊക്കെയും ട്രാവൽ ചെയ്തിട്ട് അവർക്ക് അവിടെ ജോലി അന്വേഷിച്ച് അവിടെ താമസിക്കാം. അതൊരു ഓപ്ഷനാണ്. ഇനി അവിടെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും ഒത്തിരി സ്കോളർഷിപ്സ് അവിടെ ഓസ്ട്രിയയിൽ അവൈലബിൾ ആണ്, അതിനും അവർക്ക് അപ്ലൈ ചെയ്യാം. ചില സ്കോളർഷിപ്പ് അവർക്ക് ലിവിങ് എക്സ്പെൻസ് കംപ്ലീറ്റ്ലി അവർ സ്പോൺസർ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയുള്ള സ്കോളർഷിപ്സ് ഒക്കെയും തന്നെ അവർക്ക് ട്രൈ ചെയ്യുകയും ചെയ്യാം. സ്റ്റഡീസ് ഓസ്ട്രിയ വരുമ്പോഴേക്കും അവർ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. നമുക്കിങ്ങനെ പലരും വിചാരിക്കില്ലേ ChatGPT വഴി ജസ്റ്റ് അസൈൻമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ യെസ് ഓക്കെ ആവും എന്നുള്ളത്. നോ, നമുക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. ചില യൂണിവേഴ്സിറ്റീസൊക്കെ പറയുമ്പോഴേക്കും നല്ല IIT നിലവാരത്തോടു കൂടെ തന്നെയാണ് യൂണിവേഴ്സിറ്റീസ് ഉള്ളത്. സോ അവിടെയൊക്കെ പഠിക്കുമ്പോഴേക്കും ബോത്ത് അസൈൻമെൻറ്റ്സും ഉണ്ടാവും, എക്സാമും ഉണ്ടാവും. സ്റ്റഡീസ് എന്തായാലും സ്ട്രോങ് ആണ് അവിടെ. ദാറ്റ് ഈസ് വൈ ആ ഒരു നല്ലൊരു ക്വാളിറ്റി എഡ്യൂക്കേഷനും കൂടെ ഓസ്ട്രിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് കുറച്ചുകൂടി ലിവിങ് എക്സ്പെൻസ് കുറഞ്ഞ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ഓസ്ട്രിയ. അപ്പോൾ ഓസ്ട്രിയയിൽ നിന്ന് പഠിച്ച് നല്ല ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ജോബിന് വേണ്ടി യു ക്യാൻ ട്രാവൽ എനിവെയർ. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ജർമ്മനി വി ക്യാൻ ട്രാവൽ ആൻഡ് ലുക്ക് ഫോർ എ ജോബ്. അപ്പോൾ ഓസ്ട്രിയയിൽ പോപ്പുലർ ആയിട്ട് കാൻഡിഡേറ്റ്സ് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സസ് ഏതൊക്കെയാണ്? പോപ്പുലർ ആയിട്ട് ചൂസ് ചെയ്യുന്നത് യൂഷ്വലി കമ്പ്യൂട്ടർ സയൻസ്, സോഫ്റ്റ്വെയർ, ഓക്കെ. സോ ഈവൻ ഹെൽത്ത് കെയർ ഉണ്ട്. നൗ നഴ്സിംഗ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്. അവിടെ ഓസ്ട്രിയയിൽ പലരും ചൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ ഓസ്ട്രിയയിൽ നഴ്സിംഗ് പഠിക്കുമ്പോൾ സെയിം തിങ്. അപ്പോൾ അവിടെ ജർമ്മൻ ലാംഗ്വേജ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അവിടെ പാർട്ട് ടൈം ചെയ്യാനാണെങ്കിൽ പോലും ജർമ്മൻ പഠിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. കാര്യം ഇത് ഇംഗ്ലീഷ്, നമുക്കിപ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് യൂണിവേഴ്സിറ്റീസ് പറഞ്ഞു, ഈ മാസ്റ്റേഴ്സ് പഠിക്കുന്നത് ഇംഗ്ലീഷ് യൂണിവേഴ്സിറ്റീസിലാണ്. ഓക്കെ, ഇംഗ്ലീഷ് ടോട്ട് യൂണിവേഴ്സിറ്റീസ് അവൈലബിൾ ഉണ്ട്. ബട്ട് ദെൻ പാർട്ട് ടൈം ചെയ്യാനായിട്ട് എന്തായാലും ജർമ്മൻ ലാംഗ്വേജ് ആവശ്യമാണ്. ഇനി നഴ്സിംഗ് വരുമ്പോഴേക്കും അവിടെ അവർ നഴ്സിംഗ് പഠിക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് തന്നെയായിരിക്കും. B2 ലെവൽ ഓഫ് ലാംഗ്വേജ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നഴ്സിംഗിൽ വരുമ്പോഴേക്കും അവർക്ക് എല്ലാ സ്ട്രീംകാർക്കും +2 ഏത് സ്ട്രീംകാരെയും അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് പെർട്ടിക്കുലർലി അവർക്ക് അവിടെ കിട്ടുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. സോ BSc നഴ്സിംഗ് 3 ഇയർ പ്രോഗ്രാമാണ്. സോ ഈ PSc നഴ്സിംഗ് 3 ഇയർ പ്രോഗ്രാമിന് ജർമ്മൻ ലാംഗ്വേജ് മസ്റ്റാണ്. സോ എനി സ്ട്രീം ഇസ് ആക്സെപ്റ്റഡ്. അതും ചില യൂണിവേഴ്സിറ്റി അതിനോടൊപ്പം തന്നെ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ട്. സോ ഈ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്ന ഇത് എംപ്ലോയർ ആയിരിക്കും കൊടുക്കുന്നത്. അതായത് ഇവരിവിടെ പഠിത്തം കഴിഞ്ഞ് ആ എംപ്ലോയറിൻ്റെ അടുത്ത് ജോലി ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി അവൈലബിൾ ഉണ്ട്. സോ ഇതൊക്കെ വെച്ചിട്ട് which do you think is still a better destination? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കാൻഡിഡേറ്റ്. ഓക്കെ, സോ അവർക്ക് ഇതൊക്കെ നോക്കിയിട്ട് ചില ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ, ബിക്കോസ് ജർമ്മനി ഡ്രീം ഡെസ്റ്റിനേഷൻ ആയ കുട്ടികൾ കാണും. മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഒക്കെ പോലെയുള്ള ആൾക്കാർ അവർ യൂഷ്വലി വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ കാറും ഒക്കെ ഉണ്ടാക്കുന്നത് ഓബ്വിയസ്ലി ജർമ്മനിയാണ്. സോ അങ്ങനെയുള്ളവർക്ക് ജർമ്മനി തന്നെ നോക്കുന്നതായിരിക്കും നല്ലത്. ദെൻ ഇൻ എഡിഷൻ ലൈക്ക് ഫോർ എക്സാമ്പിൾ മാനേജ്മെൻറ്റ് കോഴ്സസ് അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും കൂടുതൽ യൂണിവേഴ്സിറ്റീസും ഉള്ളത് ജർമ്മനിയിലാണ്. ഓസ്ട്രിയ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഓസ്ട്രിയ നോക്കുന്ന കുട്ടികൾ വരുമ്പോഴേക്കും അവർക്ക് ഈ ഒരു APSൻ്റെ കാര്യം അല്ലെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട്, ഓക്കെ, ഇതിനൊക്കെയുള്ള എമൗണ്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാനില്ലാത്ത കുട്ടികൾക്കൊക്കെയും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ഓസ്ട്രിയ. അതെപ്പോഴും ഒരു കാൻഡിഡേറ്റിന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. So I think it was a great comparison between Germany and Austria. ജർമ്മനി ഒരുപാട് കാൻഡിഡേറ്റ്സ് എക്സ്പ്ലോർ ചെയ്തും റിസർച്ച് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ അറിയായിരിക്കും. ബട്ട് ദിസ് ഹാസ് മെയ്ഡ് ഇറ്റ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് വെയർ ഓസ്ട്രിയ സ്റ്റാൻഡ്സ് ആൻഡ് വാട്ട് ജർമ്മനി ഈസ്. ആൻഡ് ഐ എം ഷുവർ കാൻഡിഡേറ്റ്സ് ഇത് കണ്ടു കഴിഞ്ഞാൽ ദേ കെൻ ഡിസൈഡ് ബേസ്ഡ് ഓൺ വാട്ട് കോഴ്സ് ദേ ആർ ടേക്കിംഗ്. ബിക്കോസ് ഇപ്പോൾ ഓസ്ട്രിയയിൽ +2 കഴിഞ്ഞിട്ട് തന്നെ ബാച്ചിലേഴ്സ് ചെയ്യാം. അപ്പോൾ ബാച്ചിലേഴ്സ് പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഐ തിങ്ക് ദിസ് വുഡ് ബി എ മച്ച് ബെറ്റർ ഓപ്ഷൻ. But like you said, there are so many other courses and free education options available in Germany as well. So basically ഒരു കാൻഡിഡേറ്റ് അവരുടെ ഇൻട്രസ്റ്റും അവരെടുക്കാൻ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കോഴ്സും അതൊക്കെ നോക്കിയിട്ട് they can plan. They can choose either Germany or Austria. Yes, true. Great. Thank you. Thank you. MedCity International Academy. Trusted hands forever.